Hello friends, I am Tulasi. Welcome to Fourth Dimension. Today we are starting a new chapter, Alternating Current, that is Chapter 7. ഈ ഡയറക്റ്റ് കറണ്ട്, ഓൾട്ടർനേറ്റിംഗ് കറണ്ട് എന്ന് പറഞ്ഞ ടേംസുകളൊക്കെ നമുക്ക് വളരെ ഫെമിലറാണ്. ഡയറക്റ്റ് കറണ്ട് നമുക്ക് അവൈലബിൾ ആക്കുന്ന ഒരു സോഴ്സാണ് ബാറ്ററി. അതേസമയം പവർ ട്രാൻസ്മിഷൻ, അതേപോലെ തന്നെ ഹൗസ് ലൈറ്റിംഗ് സിസ്റ്റം, ഇതിലൊക്കെ നമ്മൾ AC യൂസ് ചെയ്യുന്നുണ്ട്. ഈ ഡയറക്റ്റ് കറണ്ടിനെ കുറിച്ച് നമ്മൾ വിശദമായിട്ട് പഠിച്ചിരിക്കുന്ന ഒരു ചാപ്റ്ററാണ് തേർഡ് ചാപ്റ്റർ, ദറ്റ് ഈസ് കറണ്ട് ഇലക്ട്രിസിറ്റി. നൗ വി ആർ ഗോയിങ് ടു സ്റ്റഡി ഓൾട്ടർനേറ്റീവ് കറണ്ട് ഇൻ ഡീറ്റെയിൽസ്. ഇവിടെ നമ്മൾ സാധാരണ ഇലക്ട്രിക് കറണ്ടിൻ്റെ രണ്ട് ഫോംസ് നമ്മൾ ചിന്തിക്കുകയാണെങ്കിൽ, ദ ടു ഫോംസ് ഓഫ് ഇലക്ട്രിക് കറണ്ട് ആർ നമ്പർ 1 ഡയറക്റ്റ് കറണ്ട് and second one is alternating current. ഇതുമാണ് രണ്ടും നമുക്ക് പഠിക്കേണ്ടത്, ഡയറക്റ്റ് കറണ്ട് ആൻഡ് ഓൾട്ടർനേറ്റിംഗ് കറണ്ട്. അതിൽ ഡയറക്റ്റ് കറണ്ടിനെ കുറിച്ച് വളരെ കുറച്ച് മാത്രം നമുക്ക് ഐഡിയ മതി. അത് കാരണം അതിനെക്കുറിച്ച് ഡീറ്റെയിൽ നമ്മൾ മറ്റുള്ള ചാപ്റ്റേഴ്സിൽ പഠിക്കുന്നില്ലേ. പിന്നെ നമുക്കിവിടെ ഇമ്പോർട്ടൻസ് ഇതിനെ കൂടുതൽ കൊടുക്കുന്നത് ദാറ്റ് ഈസ് ഫോർ ഓൾട്ടർനേറ്റിംഗ് കറണ്ട്. അപ്പോൾ നമുക്ക് ആദ്യം ഡയറക്റ്റ് കറണ്ടിനെ കുറിച്ച് സ്വല്പം കാര്യങ്ങളൊക്കെ നമുക്ക് നോക്കാം. ഡയറക്റ്റ് കറണ്ട് കണ്ടുപിടിക്കാൻ വേണ്ടി നമ്മൾ ഈ സർക്യൂട്ട് എടുക്കുക. ഈ സർക്യൂട്ടിൽ we can see a resistance which is connected to a DC source, that is a battery, and to a key. നമുക്കറിയാം കീ ക്ലോസ് ചെയ്യുന്ന സമയത്ത് ഈ റെസിസ്റ്റൻസിൽ കൂടെ ഒരു കറണ്ട് പാസ് ചെയ്യും. സപ്പോസ് ദാറ്റ് ഈസ് 10 ആംപിയർ. ഈ കറണ്ട് കുറേ സമയം അതിൽ കൂടി പാസ് ചെയ്യാൻ നമ്മൾ അലോ ചെയ്യാം. അപ്പം നമ്മൾ കാണുന്നത് കറണ്ട് ഫ്ലോസ് ഫ്രം A to B ആണ്. എയിൽ നിന്ന് ബിയിലേക്കാണ് കറണ്ട് ഫ്ലോ ചെയ്യുന്നതെങ്കിൽ when you are allowing the current to flow through the resistor for a long time, the value of the current and direction of current never changes. അപ്പോൾ നമുക്ക് മനസ്സിലാക്കുന്ന ഈ സർക്യൂട്ടിൽ കറണ്ടിൻ്റെ വാല്യൂവിനും വ്യത്യാസമില്ല, അതുപോലെ തന്നെ കറണ്ട് ഡയറക്ഷനും വ്യത്യാസമില്ലെങ്കിൽ ഈ സർക്യൂട്ടിലൂടെ പാസ് ചെയ്യുന്ന കറണ്ട് എന്തായിരിക്കും? ദാറ്റ് ഈസ് എ ഡയറക്റ്റ് കറണ്ട്. അപ്പോൾ ഡയറക്റ്റ് കറണ്ട് എന്ന് പറഞ്ഞാൽ എന്താ? ഇറ്റ് ഈസ് എ കറണ്ട് ഹൂസ് മാഗ്നിറ്റ്യൂഡ് ആൻഡ് ഡയറക്ഷൻ നെവർ ചേഞ്ചസ് വിത്ത് ടൈം. ദ സോഴ്സ് ഓഫ് ഡയറക്റ്റ് കറണ്ട് ആർ ബാറ്ററി, സോളാർ സെൽ, എക്സെട്ര. പിന്നെ മറ്റൊരു പ്രത്യേകത, ഇതിൻ്റെ ഫ്രീക്വൻസി 0 ആയിരിക്കും. ഈ ഡയറക്റ്റ് കറണ്ടിൻ്റെ ഫ്രീക്വൻസി 0 ആണ്. കാരണം എന്താ? ഇതിലൂടെ പാസ് ചെയ്യുന്ന കറണ്ടിൻ്റെ മാഗ്നിറ്റ്യൂഡോ ഡയറക്ഷനോ ചേഞ്ച് വരുന്നില്ലല്ലോ, അതുകൊണ്ട് ഫ്രീക്വൻസി 0 ആയിരിക്കും. ഇനി നമ്മളൊരു ഗ്രാഫ് വരയ്ക്കുകയാണ്. DC റെപ്രസെൻറ്റ് ചെയ്യാനുള്ള ഗ്രാഫ് ആണെങ്കിൽ ഇവിടെ നമുക്ക് ടൈം എടുക്കാം, കാരണം കറണ്ട് ടൈം അനുസരിച്ചാണ് മാറുന്നത്. അതുപോലെ തന്നെ ഇവിടെ നമ്മൾ ഡയറക്റ്റ് കറണ്ട് എടുത്ത് ഗ്രാഫ് വരച്ചാൽ ഇതിൽ നമ്മൾ മാർക്ക് ചെയ്യുന്നത് എന്തായിരിക്കും? അതിൻ്റെ കറണ്ട് 10 ആംപിയർ ആണെങ്കിൽ ഇതിൻ്റെ മാർക്ക് ചെയ്തിരിക്കുന്ന പോയിന്റ് ഇതാണെന്ന് വെച്ചു. ദിസ് ഈസ് പൊസിഷൻ ഓഫ് 10 ആംപിയർ. സമയം കഴിയുന്തോറും കറണ്ടിന് മാറ്റമില്ലല്ലോ, അതുകൊണ്ട് പ്രത്യേകത എന്തായിരിക്കും? ഓരോ സമയം കഴിയുമ്പോഴും കറണ്ട് എത്രയും തന്നെ നിൽക്കും, ദാറ്റ് റിമെയിൻസ് അറ്റ് 10 ആംപിയർ. അതുകൊണ്ട് ഗ്രാഫിൻ്റെ പ്രത്യേകത സ്ട്രെയിറ്റ് ലൈൻ പാരലൽ ടു ടൈം ആക്സിസ്. അപ്പോൾ നമ്മൾ ഡയറക്റ്റ് കറണ്ടിന് വേണ്ടി നമ്മളൊരു കറണ്ട് അഗൻസ്റ്റ് ടൈം ഗ്രാഫ് വരയ്ക്കുകയാണെങ്കിൽ ദ ഗ്രാഫ് ഈസ് വോണ്ട് ടു ബി എ സ്ട്രെയിറ്റ് ലൈൻ parallel to the time axis. Next we are going to study alternating current. According to the definition of alternating current, it is a type of current whose magnitude and direction changes with the time. ഇപ്പോൾ മാഗ്നിറ്റ്യൂഡിലും മാറ്റം വരുന്നു, ഡയറക്ഷനിലും ചേഞ്ച് വരുന്ന ഒരു കറണ്ടിനെയാണ് എന്ത് വിളിക്കുക? ഇറ്റ് ഈസ് കോൾഡ് ആൾട്ടർനേറ്റിംഗ് കറണ്ട്. പക്ഷെ അവിടെ കാണുന്നേ ദ മാഗ്നിറ്റ്യൂഡ് ഓഫ് ദ കറണ്ട് ഈസ് ചേഞ്ചിങ് കണ്ടിന്യൂസ്ലി, whereas the direction is changing in an interval of time or periodically. ഇതാണ് അതിൻ്റെ സ്വഭാവം. ഇതിൻ്റെ ആ ക്യാരക്ടർ സ്റ്റഡി ചെയ്യാൻ വേണ്ടി സപ്പോസ് യു ആർ ടേക്കിംഗ് എ സർക്യൂട്ട് containing a resistance and which is connected to an AC source. അപ്പോൾ നമുക്കറിയാം ഈ സർക്യൂട്ട് ഓൺ ചെയ്ത് കഴിഞ്ഞാൽ ഇതിലൂടെ ഓൾട്ടർനേറ്റീവ് കറണ്ട് പാസ് ചെയ്യും. ഈ ഓൾട്ടർനേറ്റീവ് കറണ്ട് ഒബ്സർവ് ചെയ്താൽ നിങ്ങൾ കാണുന്ന പ്രത്യേകത, ആദ്യം ഈ കറണ്ട് 0 നിന്ന് അതിൻ്റെ മാക്സിമം വാല്യൂവിലേക്ക് എത്തും, 0 to മാക്സിമം. ദെൻ അത് മാക്സിമത്തിൽ നിന്ന് ഡിക്രീസ് ചെയ്തിട്ട് 0യിലേക്ക് വരും. ഇനിയും ഡയറക്ഷൻ റിവേഴ്സ് ചെയ്യും. ഡയറക്ഷൻ റിവേഴ്സ് ചെയ്ത് കഴിയുമ്പോൾ ഈ കറണ്ട് ആദ്യം 0യിൽ നിന്ന് മാക്സിമത്തിലേക്ക് ഓപ്പോസിറ്റ് ആയിട്ട് വരും. അതിനുശേഷം ഇത് ഡിക്രീസ് ചെയ്ത് എന്തായിട്ട് മാറും? 0യിലേക്ക് മാറും. അപ്പോൾ നമ്മൾ കാണുന്നത് ഈ 0യിൽ നിന്ന് കറണ്ട് മാക്സിമത്തിൽ പോവുക, മാക്സിമത്തിൽ നിന്ന് 0 എത്തുന്നിടം വരെ കറണ്ട് ഫ്രം A to B ആയിരിക്കും. തിരിച്ചോ ഡയറക്ഷൻ റിവേഴ്സ് ചെയ്തിട്ട് 0 മാക്സിമത്തിലേക്ക് വന്ന് മാക്സിമത്തിൽ 0 വരുന്നതിന് അത്രയും സമയം വരെ കറണ്ട് ബിയിൽ നിന്ന് എയിലേക്ക് ആയിരിക്കും. അപ്പോൾ നമ്മൾ കണ്ടല്ലോ, ഡയറക്ഷൻ ചേഞ്ച് ചെയ്യുന്നത് എന്തായിരിക്കും? കണ്ടിന്യൂസ് അല്ല, ഇന്റർമീഡിയൻ്റ് ആണ്. പക്ഷേ മാഗ്നിറ്റ്യൂഡോ
ഒന്നുകിൽ കൂടും അല്ലെങ്കിൽ കുറയുന്നത് കൊണ്ട് ഒരു കണ്ടിന്യൂസ് വേരിയേഷൻ ഉണ്ടാകും. അങ്ങനെയുള്ള കറണ്ടിനെ വിളിക്കുന്ന പേരാണ് ദാറ്റ് ഈസ് കോൾഡ് ഓൾട്ടർനേറ്റിംഗ് കറന്റ്. ആൻഡ് വി ക്യാൻ സീ ദാറ്റ് ഇൻ ദ കേസ് ഓഫ് ഓൾട്ടർനേറ്റിംഗ് കറന്റ് ദ കറന്റ് ഈസ് അണ്ടർ കണ്ടിന്യൂസ്ലി ഗോയിങ് ഗ്രോത്ത് ഓർ ഡീക്കി. ശരിയല്ല, അങ്ങനെ കൂടുകയോ കുറയുകയോ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് ഇതിനെ റെപ്രസെന്റ് ചെയ്യുന്ന ഗ്രാഫ്, ഈ ഓൾട്ടർനേറ്റിംഗ് കറന്റ് റെപ്രസെന്റ് ഗ്രാഫ് ദാറ്റ് ഈസ് സിമിലർ ടു ദാറ്റ് ഓഫ് എ വേവ്. അങ്ങനെയാണെങ്കിൽ അതിൻ്റെ വേവിനെ നമ്മൾ വരച്ചു കഴിഞ്ഞാൽ ഒന്ന് ആലോചിച്ച് നോക്കി, ഒരു വേവിന് സിമിലർ ആയിട്ടുള്ള ഗ്രാഫ് കിട്ടുമെന്ന് പറയുന്നത് ഓൾട്ടർനേറ്റിംഗ് കറന്റ് ഗ്രാഫിക് റെപ്രസെന്റേഷൻ. ഇങ്ങനെ ഇവിടെ നമ്മൾ കറണ്ട് എടുക്കുക, ഇവിടെ നമ്മൾ ടൈം എടുക്കുന്നു, ഇങ്ങനൊരു ഗ്രാഫ് കിട്ടും. ഈ ഗ്രാഫിൻ്റെ പ്രത്യേകം സീറോയിൽ നിന്ന് കറണ്ട് മാക്സിമത്തിലേക്ക് എത്തുന്നതായിട്ട് നമുക്ക് കാണാമല്ലോ. ഡിക്രീസ് സീറോയിലേക്ക് വരത്തില്ലേ? സീറോ എന്ന് പിന്നെ നെഗറ്റീവ് ഡയറക്ഷനിൽ മാക്സിമം ആകും, ദെൻ ഡിക്രീസസ് ടു സീറോ ആയിട്ട് മാറുന്നു അല്ലേ? അങ്ങനെയാണെങ്കിൽ കുറേ സമയം നമുക്ക് കാണാൻ കഴിയും, ഗ്രാഫ് എവിടെയാണ് വരുന്നത്? കംസ് ഇൻ ദ പോസിറ്റീവ് പാർട്ട് അല്ലേ? അപ്പോൾ ഇത്രയും പോർഷനെ വിളിക്കുന്ന പേരാണ് അതായത് പോസിറ്റീവ് ഹാഫ് സൈക്കിൾ എന്ന് പറയും. പോസിറ്റീവ് ഹാഫ് സൈക്കിൾ. ഈ നെഗറ്റീവ് പാർട്ട് കവർ ചെയ്യുന്നില്ലേ, അതിനെ വിളിക്കുന്ന പേര് ദാറ്റ് ഈസ് കോൾഡ് നെഗറ്റീവ് ഹാഫ് സൈക്കിൾ. അപ്പോൾ എ സിക്കകത്തൊരു പോസിറ്റീവ് ഹാഫ് സൈക്കിൾ ഉണ്ട്, ഒരു നെഗറ്റീവ് ഹാഫ് സൈക്കിൾ കാണും. ഇത് ചേരുന്ന ഈ ഫോമിനെ വിളിക്കുന്ന പേര് സൈൻ വേവ് എന്ന് പറയും, അല്ലെങ്കിൽ സൈനുസോഡൽ വേവ് എന്ന് പറയും. ഇതിന്റെ പേരെന്താ? സൈനുസോഡൽ വേവ്. അപ്പം എ സിയുടെ വേവ് ഫോം നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ദാറ്റ് ഈസ് ഈക്വൽ ടു എ സൈനുസോഡൽ വേവ് ആണ്. അപ്പം ഇങ്ങനെ ഈ പോസിറ്റീവ് സൈക്കിളും നെഗറ്റീവ് സൈക്കിളുടെ കമ്പൈൻ ചെയ്യുമ്പോൾ കിട്ടുന്ന ഇത്രയും പോർഷനെ വിളിക്കുന്ന പേര് ദാറ്റ് ഈസ് കോൾഡ് എ ഫുൾ സൈക്കിൾ. കണ്ടല്ലോ, ഇവിടുന്ന് ഇവിടെ വരെയും ഇവിടുന്ന് ഇവിടെ വരെയും കൂടി ചേർന്ന ഭാഗത്തെ വിളിക്കുന്ന പേരാണ് ഫുൾ സൈക്കിൾ. ഈ ഫുൾ സൈക്കിൾ ഫോം ചെയ്യാൻ ഒരു സമയം എടുക്കും അല്ലേ, ഒരു ടൈം ഇന്റർവൽ എടുക്കും. ആ ടൈമിനെ വിളിക്കുന്ന പേരാണ് പീരീഡ് എന്ന് പറയും, പീരീഡ്. അപ്പോൾ പീരീഡിന് നമ്മൾ ഉപയോഗിക്കുന്ന ലെറ്റർ ക്യാപിറ്റൽ ടി ആയിരിക്കും. അപ്പോൾ പീരീഡ് ഇസ് ആ ടൈം ഇൻ വിച്ച് വൺ വേവ് ഈസ് ഫോംഡ് ഓർ വൺ AC ഈസ് ഫോംഡ്. അതാണ് പീരീഡ്. ഈ പീരീഡിന്റെ റെസിപ്രോക്കൽ എടുക്കുകയാണെങ്കിൽ അതിന്റെ വാല്യൂ എത്ര കിട്ടും നോക്കി. അതായത് നമുക്ക് ഫ്രീക്വൻസി വരും. ഈ ഫിസിക്കൽ 180 എന്നല്ലേ, അപ്പം അതിന്റെ റെസിപ്രോക്കൽ എടുത്താൽ AC ഫ്രീക്വൻസി കിട്ടും. അപ്പം മനസ്സിലാക്കുന്നത് എന്താ? AC ഫ്രീക്വൻസി ഉണ്ട്, AC പീരീഡ് ഉണ്ട്, അതിന്റെ വേവ് ഫോം എപ്പോഴും സൈൻ വേവിന്റെ ഫോം ആയിരിക്കും അല്ലേ. അതിന് പോസിറ്റീവ് സൈക്കിൾ ഉണ്ട്, നെഗറ്റീവ് സൈക്കിൾ ഉണ്ട്. ആൻഡ് ദ പോസിറ്റീവ് സൈക്കിൾ ആൻഡ് നെഗറ്റീവ് സൈക്കിൾ ടുഗദർ ഈസ് കോൾഡ് എ ഫുൾ സൈക്കിൾ. ഓക്കെ, നെക്സ്റ്റ് വി ആർ ഗോയിങ് ടു ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് AC. ACയുടെ ക്യാരക്ടേഴ്സ് ആണ് നമുക്ക് നോക്കേണ്ടത്. അതിന്റെ ഫസ്റ്റ് ക്യാരക്ടർ എന്താ നമുക്ക് നോക്കാമല്ലോ. അതായത് ACക്ക് ഒരു സ്വഭാവം ഉണ്ടല്ലോ, എന്തായിരിക്കും? ഇറ്റ്സ് ഡയറക്ഷൻ ചേഞ്ചസ് പീരിയോഡിക്കലി എന്ന് നമ്മൾ പറഞ്ഞില്ലേ. അപ്പം അങ്ങനെ ഇടവിട്ട് ഡയറക്ഷൻ മാറുന്നത് കൊണ്ട് ACയുടെ പോസിറ്റീവ് സൈക്കിൾ നിങ്ങൾ കണ്ടല്ലോ. ആ പോസിറ്റീവ് സൈക്കിൾ പ്രത്യേകത കറന്റ് ത്രൂ ദ സർക്യൂട്ട്. ഇതൊരു സർക്യൂട്ടാണ്. ഇവിടെ AC സോഴ്സ് കണ്ടു, ഇവിടെ റെസിസ്റ്റൻസ് ഉണ്ട്, ഇതൊരു സർക്യൂട്ട് അല്ലേ. ആ സർക്യൂട്ടിന്റെ കറണ്ട് ഒരു ഡയറക്ഷനിലേക്കായിരിക്കും. കണ്ടോ? നെഗറ്റീവ് സൈക്കിൾ ആകുമ്പോൾ പ്രത്യേകത എന്തായിരിക്കും? കറണ്ട് നേരെ ഓപ്പോസിറ്റ് ആകുന്ന കണ്ടില്ലേ. അതിന്റെ കാരണം എന്തായിരിക്കും? ബിക്കോസ് ദ ഓൾട്ടർനേറ്റീവ് കറണ്ട് ഈസ് ചേഞ്ചിങ് പീരിയോഡിക്കലി. അതുകൊണ്ടാണ്. ഇതാണ് ആദ്യത്തെ ക്യാരക്ടർ. ഒന്ന് വായിച്ചു നോക്കി. ആസ് ദ ഡയറക്ഷൻ ഓഫ് AC ചേഞ്ചസ് പീരിയോഡിക്കലി ദ കറണ്ട് flows in one direction during positive half cycle and in opposite direction during negative half cycle. That's the first property. And when you take the second property or second character of AC, we can see that alternating current has instantaneous value, then peak value, average value, RMS value. ഇങ്ങനെയുള്ള വാല്യൂസ് ഒക്കെ കറണ്ടിനെ കുറിച്ച് പറയാറുണ്ട്. ഏതൊക്കെ വാല്യൂസ് വരുന്നത്? ഇൻസ്റ്റന്റേനിയസ് വാല്യൂ അതിനുണ്ട്, പീക്ക് വാല്യൂ ഉണ്ട്, ആവറേജ് വാല്യൂ ഉണ്ട്, പിന്നെ അതാ വരുന്നത് RMS വാല്യൂ. പക്ഷേ DCക്ക് ഒരു മെഷർമെന്റ്സ് മാത്രമേ ഉള്ളൂ. അത് നമ്മൾ സാധാരണ ചോദിക്കുന്ന DC കറണ്ട് എത്ര എന്ന് മാത്രമേ ചോദിക്കുകയുള്ളൂ. പക്ഷേ ACയുടെ കേസിൽ നമ്മൾ ഈ ടേംസുകളൊക്കെ ഉപയോഗിക്കുന്നുണ്ട്. ഇതിനെല്ലാം പ്രത്യേക ഫോർമുലയും പ്രത്യേക എക്സ്പ്ലനേഷൻസും നമുക്കുണ്ടാവും. ആൻഡ് നെക്സ്റ്റ് യു ആർ ടേക്കിംഗ് ദ വേവ് ഫോം ഓഫ് AC. ACയുടെ വേവ് ഫോം എടുക്കുകയാണെങ്കിൽ ഞാനിപ്പോൾ ഡിസ്കസ് ചെയ്തതിനകത്ത് പറഞ്ഞിരിക്കുന്നത് സൈനുസോഡൽ എന്ന് പറഞ്ഞിരിക്കുന്നത് അല്ലേ. ഈ ഫോമാണല്ലോ സൈനുസോഡൽ. ഒരു വേവിന്റെ ഷേപ്പിൽ വരുന്നതുകൊണ്ട് സൈനുസോഡൽ ആണല്ലോ അത് അല്ലേ. അപ്പോൾ ഈ സൈനുസോഡൽ അല്ലാതെ ACക്ക് മറ്റ് ഷേപ്പിൽ വരുന്ന AC ഉണ്ട്. ട്രയാങ്കുലർ ഷേപ്പിൽ വരുന്നുണ്ട്, ഇങ്ങനെ വരും. ആ ACയുടെ സ്വഭാവം എന്ന് പറയുന്നത് ഇങ്ങനെ ട്രയാങ്കുലർ ഷേപ്പിൽ വരുന്ന AC ഉണ്ട്, സ്ക്വയർ ഷേപ്പിൽ വരുന്ന AC ഉണ്ട്. ഇങ്ങനെ ഉണ്ടല്ലേ, ഇങ്ങനെ സ്ക്വയർ ഷേപ്പിൽ വരുന്ന AC കാണും. അങ്ങനെ വേറെയും ചില ഷേപ്പിൽ വരുന്ന AC കാണും. അത് റിലാക്സേഷൻ ഓസിലേറ്റേഴ്സ് എന്ന് പറഞ്ഞൊരു പ്രത്യേക ഇലക്ട്രോണിക് ഡിവൈസ് ആണ് ഇതിനൊക്കെ ക്രിയേറ്റ് ചെയ്യുന്നത്. പക്ഷേ ജനറേറ്ററിനകത്ത് അവൈലബിൾ ആകുന്ന എപ്പോഴും എന്തൊക്കെ? ഇറ്റ് ഈസ് സൈനുസോഡൽ. ഓക്കെ,
And next we are going to another property of AC. AC has a frequency. നേരത്തെ നമ്മൾ പറഞ്ഞല്ലോ എ സിക്ക് ഒരു ഫ്രീക്വൻസി ഉണ്ട്, അതാണ് അടുത്ത ക്യാരക്ടറായിട്ട് വരുന്നത്. ഈ ഫ്രീക്വൻസി നമ്മൾ ഇന്ത്യയിൽ ഉൽപ്പാദിപ്പിക്കുന്ന എ സിയുടെ ഫ്രീക്വൻസി 50 ഹെർട്സ് ആയിരിക്കും. പക്ഷേ USA-യിൽ അതിൻ്റെ ഫ്രീക്വൻസി 60 ഹെർട്സ്. ഓൾട്ടർനേറ്റീവ് കറണ്ട് ഹാസ് നോ പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ് ടെർമിനൽ. സാധാരണ DC ആണ് കണക്ട് ചെയ്യുന്നതെങ്കിൽ അതിന് പോസിറ്റീവ് ടെർമിനൽ നെഗറ്റീവ് ടെർമിനൽ മാർക്ക് ചെയ്തിട്ടല്ലേ കറണ്ടിൻ്റെ ഫ്ലോയെ കുറിച്ച് നമ്മൾ പഠിക്കുന്നത്. പക്ഷെ അങ്ങനെ പ്ലസും മൈനസും റെപ്രസെൻറ്റേറ്റ് അല്ല നമ്മൾ AC കുറിച്ച് പഠിക്കുന്നത്. അതുകൊണ്ടാണ് ഒരു സ്പെസിഫൈ ചെയ്തിരിക്കുന്നത്, ഒരു ക്യാരക്ടറായിട്ട് പറഞ്ഞിരിക്കുന്നത് ആൾട്ടർനേറ്റീവ് കറണ്ട് ഹാസ് നോ പോസിറ്റീവ് ഓർ നെഗറ്റീവ് ടെർമിനൽ. പിന്നെ ഇത് സാധാരണ ഓൾട്ടർനേറ്റീവ് കറണ്ടിനെ സാധാരണ പ്രൊഡ്യൂസ് ചെയ്യുന്ന അതിൻ്റെ സോഴ്സുകൾ എന്ന് പറയുന്നത് ഒന്ന് AC ജനറേറ്ററാണ്, മറ്റൊന്ന് ഇലക്ട്രോണിക് ഓസിലേറ്റേഴ്സ് വരും. ഓസിലേറ്റേഴ്സിൽ ഒരുപാട് ടൈപ്പ് ഓസിലേറ്റേഴ്സ് ഉണ്ട്. അതെല്ലാം DC AC ആയിട്ട് കൺവേർട്ട് ചെയ്യും. അതേസമയം നമ്മുടെ ഈ ജനറേറ്റ് ചെയ്യുന്ന മെക്കാനിക്കൽ എനർജിയെ AC ആയിട്ടാണ് കൺവേർട്ട് ചെയ്യുന്നത്. ആ വ്യത്യാസം മാത്രമേ ഉള്ളൂ. പക്ഷേ ഇതെല്ലാം AC-യുടെ സോഴ്സായിട്ടാണ് ഇവരെ എല്ലാം എടുക്കുന്ന ജനറേറ്ററും ഓസിലേറ്റേഴ്സ് ഒക്കെ ദേ ക്യാൻ ബി ടേക്കൺ ആസ് എ സോഴ്സ് ഓഫ് ഓൾട്ടർനേറ്റീവ് കറണ്ട്. പിന്നെ അടുത്തായിട്ട് നമ്മൾ മനസ്സിലാക്കുന്ന AC നമ്മൾ സാധാരണ ഉപയോഗിക്കുന്ന ഹൗസ് ലൈറ്റിംഗ് സിസ്റ്റങ്ങൾ ഉപയോഗിക്കാറുണ്ട്, പവർ ഡിസ്ട്രിബ്യൂഷനകത്ത് നമ്മൾ ഉപയോഗിക്കാറുണ്ട്. പവർ ഡിസ്ട്രിബ്യൂഷൻ പറഞ്ഞാൽ ഇലക്ട്രിസിറ്റി ബോർഡൊക്കെ നമുക്ക് പവർ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാണ്. അതുകൊണ്ട് നമ്മുടെ വീട്ടിനകത്തുള്ള എല്ലാ ആപ്ലിയൻസും വർക്ക് ചെയ്യുന്ന എനർജി ഉപയോഗിച്ചുകൊണ്ടല്ലേ വർക്ക് ചെയ്യുന്നത്. അതാണ് ഡിസ്ട്രിബ്യൂഷൻ. എനർജി ഉൽപ്പാദിപ്പിക്കുക, അത് ട്രാൻസ്മിറ്റ് ചെയ്യുക, ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുക, അല്ലേ? ആ ഡിസ്ട്രിബ്യൂഷനിലെല്ലാം എന്താ ഉപയോഗിക്കുന്നത്? DC അല്ല, പകരം ആരെയും ഉപയോഗിക്കുന്ന AC. ഇങ്ങനെ കുറേ കാഴ്ചേഴ്സ് ഉണ്ടാകും AC-ക്ക്. അതെല്ലാം നമ്മൾ 1 by 1 ആയിട്ട് കൊടുത്തിട്ടുണ്ട്. അതെല്ലാം നിങ്ങൾ പഠിക്കുക. അപ്പോൾ നമുക്ക് AC ജനറേറ്ററിനെ കുറിച്ച് നമുക്ക് പഠിക്കാം, അല്ലേ? ആദ്യം നമ്മൾ പറയുന്നത് ഇറ്റ് ഈസ് എ ഡിവൈസ് യൂസ്ഡ് ഫോർ പ്രൊഡ്യൂസിങ് ഓൾട്ടർനേറ്റിംഗ് പവർ ആൻഡ് ഇറ്റ് വർക്ക്സ് ഓൺ ദ പ്രിൻസിപ്പിൾ ഓഫ് ഇലക്ട്രോമാഗ്നറ്റിക് ഇൻഡക്ഷൻ. നമ്മൾ കഴിഞ്ഞ ചാപ്റ്ററിൽ പഠിച്ചത് ഇലക്ട്രോമാഗ്നറ്റിക് ഇൻഡക്ഷൻ, മാഗ്നറ്റിക് ഫ്ലക്സിൽ വ്യത്യാസം വന്നാൽ EMF ഇൻഡ്യൂസ് എന്ന് നമ്മൾ പഠിച്ചത്. ആ പ്രിൻസിപ്പിളാണ് ശരിക്കും ഏത് വർക്ക് ചെയ്യുന്ന AC ജനറേറ്റർ വർക്ക് ചെയ്യുന്നത്. ഇറ്റ് ഈസ് ആക്ച്വലി കൺവേർട്ടിങ് മെക്കാനിക്കൽ എനർജി ഇൻറ്റു ഇലക്ട്രിക്കൽ എനർജി. അപ്പോൾ നമ്മൾ സാധാരണ ഈ ഡാമൊക്കെ ഉപയോഗിച്ചിട്ട് വെള്ളം കെട്ടി നിർത്തിയിട്ട് അതിനെ ഫ്ലോ ചെയ്യും. ഹൈറ്റിൽ നിന്ന് വെള്ളം ഫ്ലോ ചെയ്ത് വരുമ്പോൾ അതിന് പ്രത്യേക പൊട്ടൻഷ്യൽ എനർജി കൈൻഡ് എനർജിയായിട്ട് കൺവേർട്ട് ചെയ്യും. അത് മെക്കാനിക്കൽ എനർജിയാണ്. അതിനെയാണ് ജനറേറ്റർ എന്തായിട്ട് കൺവേർട്ട് ചെയ്യും? ഇലക്ട്രിസിറ്റി ആയിട്ട് കൺവേർട്ട് ചെയ്യുന്നത്. അതുകൊണ്ടാണ് ഇറ്റ് ഈസ് എ ഡിവൈസ് യൂസ്ഡ് ഫോർ കൺവേർട്ടിംഗ് മെക്കാനിക്കൽ എനർജി ഇൻറ്റു ഇലക്ട്രിക്കൽ എനർജി. ഇൻ ഫിഗർ you can see the elements of an AC generator in which there is a rectangular shaped coil called armature which is arranged on a rotor shaft. അപ്പോൾ ഇതിനകത്ത് ആദ്യം നമ്മൾ കാണുന്ന റെക്ടാങ്കുലർ ഷേപ്പിലുള്ള ഒരു കോയിലാണ്, കോപ്പർ വയറിൻ്റെ ഒരു കോയിലാണ് അതിനകത്ത് ഉപയോഗിക്കുന്നത്. അത് അറേഞ്ച് ചെയ്തിരിക്കുന്നത് റൊട്ടേറ്റ് ചെയ്യാൻ കഴിയുന്ന ഫ്രീഡത്തിലാണ്. അതുകൊണ്ട് ആ റോട്ടോർ ഷാഫ്റ്റിൽ അത് അറേഞ്ച് ചെയ്ത് വെച്ചിരിക്കുന്നു. ഈ റോട്ടോർ ഷാഫ്റ്റ് ഒന്നും നമ്മുടെ ഫിഗറിനകത്ത് നമുക്ക് കാണാൻ പറ്റുന്നില്ല. ആൻഡ് the coil can rotate, the armature coil can rotate about an axis. ഈ ആക്സിസ് നിങ്ങൾ കാണുന്നുണ്ടല്ലോ, which is perpendicular to the direction of uniform magnetic field created by this north pole and south pole. ഈ നോർത്തിൽ നിന്ന് സൗത്തിലേക്ക് മാഗ്നറ്റിക് ഫീൽഡ് വരും. അതിന് കറക്റ്റ് പെർപെൻഡിക്കുലർ ആയിട്ടുള്ള ഡയറക്ഷനിൽ നിന്നാണ് ഏത് റൊട്ടേറ്റ് ചെയ്യുന്നത്? ആർമേച്ചർ കോയിൽ റൊട്ടേറ്റ് ചെയ്യും. ആൻഡ് ദ കോയിൽ ക്യാൻ ബി റൊട്ടേറ്റഡ് ബൈ എക്സ്റ്റേണൽ മീൻസ്. വെളിയിൽ നമുക്ക് പല രീതിയിൽ എന്തായിരിക്കും അതിനെ റൊട്ടേറ്റ് ചെയ്യാൻ കഴിയും. അതിനുവേണ്ടി സാധാരണ ഈ ഹൈഡ്രോ ഇലക്ട്രിക് പ്രോജക്റ്റ് ആണെങ്കിൽ ഫ്ലോ ചെയ്യുന്ന വാട്ടറിൻ്റെ എനർജി ഉപയോഗിച്ചുകൊണ്ടാണ് അതിനെ റൊട്ടേറ്റ് ചെയ്യുന്നത്. അതേസമയം തെർമൽ പ്രോജക്റ്റുകളുണ്ട്, അതേപോലെ തന്നെ ന്യൂക്ലിയർ പ്രോജക്റ്റുകളുണ്ട്. അവിടെയെല്ലാം അവൈലബിൾ ആകുന്ന എനർജി കൊണ്ട് സ്റ്റീം ഉണ്ടാക്കിയിട്ട് സ്റ്റീമിൻ്റെ പവർ കൊണ്ടാണ് ശരിക്കും ആരെ റൊട്ടേറ്റ് ചെയ്യുന്നത്? ഈ ആർമേച്ചർ കോയിലിനെ മാഗ്നറ്റിക് ഫീൽഡിനകത്തോട് റൊട്ടേറ്റ് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ പറഞ്ഞത് ഇറ്റ് ക്യാൻ ബി റൊട്ടേറ്റഡ് ബൈ എക്സ്റ്റേണൽ മീൻസ്. When the armature coil is rotated inside the magnetic field, an EMF is induced in the coil, and that EMF is actually the motional EMF. And here we can see the ends of the armature coil are connected to the external circuit by means of slip rings and carbon brushes. The strength of the magnetic field between the north and south pole is vector B. അപ്പോൾ ആദ്യം നമുക്ക് ആ നോർത്ത് പോൾ സൗത്ത് പോൾ ഇടയ്ക്ക് ഉണ്ടാകുന്ന യൂണിഫോം മാഗ്നറ്റിക് ഫീൽഡ് ഇല്ലേ, അതിൻ്റെ സ്ട്രെങ്ത് of magnetic field. Strength of magnetic field is taken as vector B. ഇനി അടുത്ത ഡേറ്റ ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ ഓഫ് ദ കോയിൽ. ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ ഓഫ് ദ കോയിൽ, that is vector A. Moreover, the coil is rotating, so it is rotating with a constant angular velocity. So angular velocity of rotation of the coil
equal to omega. ഇത്രയും നമ്മൾ അസ്യൂം ചെയ്തു. Now let the coil starts its rotation from a position where its plane is perpendicular to direction of magnetic field. അപ്പോൾ ഈ പ്ലെയിന് മാഗ്നറ്റിക് ഫീൽഡ് പെർപെൻഡിക്കുലർ ആയിട്ട് നിൽക്കുന്ന ഒരു ഭാഗത്തു നിന്നാണ് ആർമേച്ചർ കോയിൽ റൊട്ടേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നതെങ്കിൽ ഡയറക്ഷൻ ഓഫ് ബിയും ആ കോയിലിൻ്റെ നോർമലും സെയിം ഡയറക്ഷൻ ആയിരിക്കും. എന്ന് പറയുന്നത് നോർമൽ എയുടെ ഡയറക്ഷൻ ആയതുകൊണ്ട് വെക്ടർ എയും വെക്ടർ ബിയും സെയിം ഡയറക്ഷനിൽ വരുന്നത് കൊണ്ട് ആംഗിൾ ബിറ്റ്വീൻ വെക്ടർ ബി ആൻഡ് വെക്ടർ എ θ is equal to 0. ഈ സമയത്ത് ആർമേച്ചർ കൂടി മാക്സിമം ഫ്ലക്സ് പാസ് ചെയ്യും. ആൻഡ് ലെറ്റ് ഇറ്റ് ബി റൊട്ടേറ്റിംഗ്. അതിന് നേരത്തെ നമ്മൾ പറഞ്ഞു ആംഗിൾ വെലോസിറ്റി ഒമേഗ എന്ന് പറഞ്ഞില്ലേ, ആ കോൺസ്റ്റന്റ് ആംഗിൾ വെലോസിറ്റി അത് റൊട്ടേറ്റ് ചെയ്യുകയാണെങ്കിൽ ആഫ്റ്റർ എ ടൈം t seconds how much is angle covered by the armature coil? Angle covered θ is equal to omega t. ഇപ്പോൾ t seconds കഴിയുമ്പോൾ ആർമേച്ചർ കോയിൽ ഈ പറഞ്ഞ പൊസിഷനിൽ എത്ര ആംഗിൾ തിരിയും? θ is equal to omega t എന്ന് പറഞ്ഞ ആംഗിൾ തിരിയത്തില്ല. അപ്പോൾ ആർമേച്ചർ കോയിൽ പെർപെൻഡിക്കുലർ നിൽക്കുന്ന ഡയറക്ഷൻ തിരിഞ്ഞു കഴിഞ്ഞാൽ അതിൽ ലിങ്ക് ചെയ്യുന്ന ഫ്ലക്സ് കുറയും അല്ലേ. അപ്പം അങ്ങനെ നമ്മൾ ഇനിയും അടുത്തായിട്ട് കണ്ടുപിടിക്കാൻ പോകുന്നത് എന്തായിരിക്കും? അതായത് ഫ്ലക്സ് ഓഫ് ദ കോയിൽ at the instant t seconds. t seconds കഴിയുമ്പോൾ അതിനോട് ലിങ്ക് ചെയ്യുന്ന ഫ്ലക്സ് എത്ര? ആ t seconds അതിനോട് ലിങ്ക് ചെയ്യുന്ന ഫ്ലക്സ് എന്ന് പറയുന്നത് നമുക്ക് 5b എന്ന് എടുക്കാം അല്ലേ. സാധാരണ നമ്മൾ എടുക്കുന്നത് എന്തായിരിക്കും? ദറ്റ് ഈസ് വെക്ടർ ബി ഡോട്ട് വെക്ടർ എ. ഫ്ലക്സ് ഈസ് എ ഡോട്ട് പ്രോഡക്റ്റ് ഓഫ് സ്ട്രെങ്ത് ഓഫ് മാഗ്നറ്റിക് ഫീൽഡ് ആൻഡ് ഏരിയ. ഇവിടെ ഈ നമ്മൾ എടുക്കുന്ന ആർമേച്ചർ കോയിലിന്റെ നമ്പർ ഓഫ് ടേൺസ് ഉണ്ട്, അത് n ആണെങ്കിൽ n is the number of turns of the armature wood ആണെങ്കിൽ total flux is given by n into vector b dot vector a. ഒന്ന് എക്സ്പാൻഡ് ചെയ്താലോ അതിൻ്റെ വാല്യൂ കിട്ടുന്ന എത്രയായിരിക്കും? ദറ്റ് ഈസ് n into b into a into cos theta. In the place of theta we can give the value omega t. So 5b becomes equal to n into b into a into cos omega t. This is expression for the flux. And when the armature coil rotates again inside the magnetic field, the flux changes. അപ്പോൾ എന്ത് സംഭവിക്കും? അതിലേക്ക് ഒരു EMF ഇൻഡ്യൂസ് ചെയ്യും. അപ്പം നമുക്ക് ആ ഇൻഡ്യൂസ് EMF കണ്ടുപിടിക്കാൻ ഹെൽപ്പ് ചെയ്യുന്ന ലോ ഏതാ? ദറ്റ് ഈസ് ഫാരഡേസ് ലോ. അപ്പോൾ ഫാരഡേസ് ലോ വെച്ചുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം? വി ക്യാൻ ഫൈൻഡ് ഔട്ട് ദ EMF ഇൻഡ്യൂസ്ഡ് ഇൻ ദ ആർമേച്ചർ കോയിൽ. ദ EMF ഇൻഡ്യൂസ്ഡ് ഇൻ ദ കോയിൽ എപ്സിലോൺ ഈസ് ഈക്വൽ ടു മൈനസ് d∅ ഡിവൈഡ് ബൈ dt. That is epsilon is equal to minus d by dt of NBA cos omega t. NBA and are constants, therefore epsilon is equal to minus NBA into d by dt of cos omega t. But what is the value of d by dt of cos omega t? D by dt of cos omega t is equal to minus omega sin omega t. Okay, then epsilon is equal to minus NBA into, in the place of this value, minus omega sin omega t. That is epsilon is equal to NBA omega sin omega t. When sin omega t is equal to plus or minus 1, അതിന് പോസിബിലിറ്റി ഉണ്ട്. കോയിൽ റൊട്ടേറ്റ് ചെയ്യല്ലേ, അപ്പോൾ റൊട്ടേറ്റ് ചെയ്യുന്ന സമയത്ത് റൊട്ടേഷൻ എന്ന് പറഞ്ഞാൽ 0 to 360 ഡിഗ്രിയാണ്. ഈ സൈനകത്ത് വാല്യൂ 19,270 വന്നാൽ അതിൻ്റെ വാല്യൂ +1 -1 ആകും അല്ലേ. ആ സിറ്റുവേഷൻസ് ഉണ്ടാകുമല്ലോ. അതുകൊണ്ട് സൈൻ ഒമേഗ ടിയുടെ വാല്യൂ പ്ലസ് ഓർ മൈനസ് 1 ആണെങ്കിൽ ആ സമയത്ത് എപ്സിലോൺ എന്ന് പറയുന്ന വാല്യൂ എത്ര എടുക്കുക? ദറ്റ് ഈസ് NBA omega in magnitude, and this is taken as epsilon naught, and this is a maximum value or peak value of induced EMF. Peak value of induced EMF. അപ്പോൾ നമുക്ക് ഈ NBA omega എന്ന് പറഞ്ഞ വാല്യൂ നമുക്ക് എപ്സിലോൺ നോട്ട് എന്ന് എടുക്കാം. ഇതാണ് മാക്സിമം വാല്യൂ ഓർ പീക്ക് വാല്യൂ ഓഫ് ഇൻഡ്യൂസ്ഡ് EMF. Therefore, the expression for the induced EMF becomes epsilon is equal to epsilon naught sin omega t. And this is expression for instantaneous value. Instantaneous value of induced EMF.
ഇതാണ് ഓൾട്ടർനേറ്റ് EMF എന്ന് പറയുന്നത്. Then how can you find out the value of instantaneous current? Next we are going to instantaneous current. Instantaneous current I is equal to E divided by R. Not E, epsilon by R. Epsilon is the EMF induced in the circuit and R is the resistance of the circuit. So by dividing induced EMF with the resistance of the circuit, you are getting the induced current. So this value becomes epsilon naught sin omega t divided by capital R. But epsilon naught is the peak value of EMF and you are dividing the resistance, then you are getting the peak current. So I becomes equal to I0 sin omega t, where I0 is equal to epsilon divided by R, epsilon naught divided by R. This is called a peak current or maximum current. So the expression for the current, alternating current is I is equal to I0 sin omega t, and the expression for the induced EMF is E0 sin. This is the alternating voltage and this is the alternating current. Next we are going to graphical representation of EMF and current. നമ്മൾ ഓൾട്ടർനേറ്റ് EMFും അതുപോലെ ഓൾട്ടർനേറ്റ് കറണ്ട് ജനറേറ്റർ കിട്ടിയില്ലേ, അതിനെ നമ്മൾ ഗ്രാഫിക്കൽ റെപ്രസെൻ്റ് അതിൻ്റെ വേവ് ഫോം എന്താണെന്ന് നമ്മൾ നോക്കുകയാണ്. അതിനുവേണ്ടി നമ്മൾ EMFിൻ്റെ ഇക്വേഷൻ എടുക്കുക. എപ്സിലോൺ ഈസ് ഇക്വൽ ടു എപ്സിലോൺ നോട്ട് സൈൻ ഒമേഗ ടി എന്നില്ലേ. അതേപോലെ തന്നെ കറണ്ട് ഇക്വേഷൻ I ഈസ് ഇക്വൽ ടു I നോട്ട് സൈൻ ഒമേഗ ടി. ഈ രണ്ട് ഇക്വേഷൻ എടുക്കുക. ഇക്വേഷൻ നമ്പർ 1 and 2. ഇതിൻ്റെ ബേസിസ് നമുക്കറിയാം. ഒരു കോയിൽ, ആർമേച്ചർ കോയിൽ മാഗ്നറ്റിക് ഫീൽഡിൽ കറങ്ങുന്ന സമയത്ത് എൻ്റെ ആംഗിൾ വേരി ചെയ്യുന്ന 0 to 360. ഇവിടെ കാണിച്ചിട്ടുണ്ട് 0 to 360. എൻ്റെ റൊട്ടേഷൻ എന്ന് പറയുന്നത് നമ്മൾ പല പല ഇൻ്റർവലായിട്ട് മാറ്റുന്നു. 90 എന്ന് പറഞ്ഞാൽ π/2. ഇവിടെ വരുമ്പോൾ നമുക്ക് എത്ര കിട്ടും? പൈ. അങ്ങനെ ഡിവൈഡ് ചെയ്യുക. അപ്പം 90, 180, 270, 360 നമ്മൾ ഡിവൈഡ് ചെയ്ത് മാറ്റുന്നു. അതുപോലെ തന്നെ നമുക്ക് അതേ ആക്സിസിൽ തന്നെ വേണമെങ്കിൽ നമുക്ക് ടൈം എടുക്കാം. അപ്പോൾ ഇവിടെ ഒമേഗ ടിയുടെ വാല്യൂയാണ് നമ്മൾ കൊടുത്തേക്കുന്നത്. അതേപോലെ തന്നെ താഴെ കൊടുത്തേക്കുന്ന T/4, T/2, 3T/4 എന്ന് കൊടുത്തേക്കുന്ന ടൈമാണ്. അപ്പം നമ്മൾ ഗ്രാഫിന് ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന ഈ ടൈമിനാണ്. ടൈം അനുസരിച്ച് എങ്ങനെ മാറ്റം വരുന്നു. EMF or I എന്നാണ് കൊടുത്തേക്കുന്നത്. കണ്ടില്ല, EMFിനോ അല്ലെങ്കിൽ കറണ്ടിനോ എങ്ങനെ മാറ്റം വരാം, അത് സ്റ്റഡി ചെയ്യാനുള്ള ഗ്രാഫാണ് ഇവിടെ കൊടുത്തേക്കുന്നത്. ഇവിടെ 90, 180, 270, 360 എന്ന് എഴുതിയിരിക്കുന്നത് ഈ ഒമേഗ ടി ആണ്. അതായത് ആംഗുലർ ഫ്രീക്വൻസി, ആ വാല്യൂ ആണ്. അതിൻ്റെ വാല്യൂ ആംഗിൾ ആയിരിക്കും. അത് 90, 180, 270, 360 അതിൻ്റെ റൊട്ടേഷൻ കാണിക്കുന്ന ആംഗിൾ ആയിരിക്കാം. അതിന് കറസ്പോണ്ടിങ് ആയിട്ട് വരുന്ന ഒരു AC ഉണ്ടാക്കുന്ന ബുലിയൻ സമയത്തെ പീരീഡ് എന്നല്ലേ വിളിക്കുന്നത്. അപ്പോൾ ഇവിടെ വരുമ്പോൾ പീരീഡിൻ്റെ 1/4 ആകും. ഇവിടെ എന്തായിരിക്കും? ഇവിടെ കാണുന്നത് ഹാഫ് ആകും. ഇവിടെ 3/4 ആകും അല്ലേ. മറ്റിടത്തോ കംപ്ലീറ്റ് ടൈം ആകും. അങ്ങനെയാണ് റെപ്രസെൻറ്റേഷൻസ് കൊടുത്തേക്കുന്നത് അവിടെ. അപ്പോൾ നമുക്ക് നോക്കാം ഈ ഗ്രാഫിൻ്റെ ഷേപ്പ് എങ്ങനെ കിട്ടി നമുക്ക് നോക്കാം അല്ലേ. അപ്പോൾ അതിനുവേണ്ടി ആദ്യം നമ്മൾ കൺസിഡർ ചെയ്യുന്നത്, സപ്പോസ് ദ കോയിൽ ഈസ് സ്റ്റാർട്ടിങ് ഇറ്റ്സ് റൊട്ടേഷൻ. നേരത്തെ പറഞ്ഞു കോയിൽ റൊട്ടേഷൻ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് അതിൻ്റെ പ്ലെയിൻ മാഗ്നറ്റിക് ഫീൽഡ് പെർപെൻഡിക്കുലർ ആണ്. അപ്പോൾ അതിൻ്റെ എയുടെ ഡയറക്ഷനും ബിയുടെ ഡയറക്ഷനും സെയിം ആയതുകൊണ്ട് θ 0 ആയിരിക്കും നമ്മൾ പറഞ്ഞില്ലേ. അപ്പോൾ അതുകൊണ്ട് ഫസ്റ്റ് കേസിൽ പ്രത്യേകം എന്തായിരുന്നു? ഒമേഗ ടി ഈസ് ഈക്വൽ ടു 0. റൊട്ടേഷൻ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ആംഗിൾ 0. ഒമേഗ ടി എന്ന് പറഞ്ഞ ഫേസ് ആംഗിൾ 0 ആണ്. അങ്ങനെയാണെങ്കിൽ വാട്ട് അബൌട്ട് ദ കറണ്ട് ആൻഡ് വോൾട്ടേജ്? അപ്പോൾ അവിടെ നമുക്ക് കിട്ടുന്നത് തുടക്കത്തിൽ നമ്മൾ കാണുന്നത് എപ്സിലോൺ ഈസ് ഈക്വൽ, ഈ ഇക്വേഷനകത്ത് കൊടുത്താൽ മതി. ഒമേഗ ടി സൈനകത്ത് 0 കൊടുത്താൽ 0 അല്ലേ. അപ്പോൾ എപ്സിലോൺ ബിക്കംസ് ഈക്വൽ 0. അപ്പോൾ വോൾട്ടേജ് EMF 0 ആയിരിക്കും. കറണ്ടിൻ്റെ ഇക്വേഷനകത്ത് സൈൻ അല്ലേ നിൽക്കുന്നത്. അപ്പോൾ അവിടെ വാല്യൂ കൊടുത്താൽ I ഈസ് ഈക്വൽ ടു 0. അപ്പോൾ അത് നമ്മൾ എവിടേക്ക് എത്തും? ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്യാം. കണ്ടോ, അതായത് തുടക്കത്തിൽ EMFും 0 ആണ്. രണ്ട് ഗ്രാഫോട് ഒന്നിച്ച് വരും. E or I എന്നാണ് കൊടുത്തേക്കുന്നത്. അപ്പം EMFിൻ്റെ ഗ്രാഫ് എന്ന് പറയുന്നത് ഈ മുളത്ത് ഗ്രാഫാണ്. കറണ്ടിൻ്റെ താഴത്തെ ഗ്രാഫായിരിക്കും. കാരണം എപ്പോഴും കറണ്ട് എന്ന് പറഞ്ഞാൽ EMF ഡിവൈഡ് ബൈ റെസിസ്റ്റൻസ് അല്ലേ. ഈ റെസിസ്റ്റൻസിൻ്റെ വാല്യൂ നോർമലായിട്ട് ഗ്രേറ്റർ ദാൻ 1 ആയിരിക്കും മിക്കവാറും കിട്ടുന്നത്. അങ്ങനെയാണെങ്കിൽ തീർച്ചയായും നമ്മൾ EMFിൻ്റെ റെസിസ്റ്റൻസ് കൊടുത്താൽ കിട്ടുന്ന കറണ്ട് ഇല്ലേ, അത് EMFിനേക്കാളും കുറവായിരിക്കും. അതുകൊണ്ടാണ് EMFിൻ്റെ ഗ്രാഫിന് ഹൈറ്റ് കൂടുതലും കറണ്ടിൻ്റെ ഗ്രാഫിന് ഹൈറ്റ് കുറയാനും കാരണം അതാണ്. അപ്പോൾ നമ്മൾ പോകട്ടെ, നമുക്കിപ്പം അതിൻ്റെ റൊട്ടേഷനിലേക്ക് പോകാം. അപ്പോൾ E ഈസ് ഈക്വൽ ടു 0 ആൻഡ് I ഈസ് ഈക്വൽ ടു 0. സോ EMFും കറണ്ടും ഇവിടെ തുടങ്ങും. സെക്കൻഡ് കേസിൽ സപ്പോസ് ഇറ്റ് ഈസ് ടേൺ ത്രൂ ആൻ ആംഗിൾ 90, റൊട്ടേഷൻ തുടങ്ങി 90 ഡിഗ്രി ടേൺസ് ചെയ്ത് നിൽക്കാമെന്ന് വിചാരിക്കും. അപ്പോൾ ഒമേഗ ടിയുടെ വാല്യൂ 90 ആകും. ഒമേഗ ടിയുടെ വാല്യൂ 90 ആകുമ്പോൾ സൈൻ ഒമേഗ ടി 1 അല്ലേ. അപ്പം എപ്സിലോൺ ബിക്കംസ് ഈക്വൽ ടു എപ്സിലോൺ നോട്ട്. ദ കറണ്ട് ബിക്കംസ്, ഇവിടെയും കൊടുത്തു കഴിഞ്ഞാൽ കറണ്ട് ബിക്കംസ് I ഈസ് ഈക്വൽ ടു I നോട്ട് എന്ന് കിട്ടും അല്ലേ. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താ? 90 ഡിഗ്രി ആംഗിൾ ആയി കഴിയുമ്പോൾ സമയം എത്ര കഴിയും? T/4 കഴിയും. ആ സമയം എന്ത് സംഭവിക്കും? കറണ്ടും മാക്സിമത്തിലെത്തും, അതുപോലെ EMFും മാക്സിമത്തിലെത്തും. ഇനി
തേർഡ് കേസിൽ നമ്മൾ കാണുന്ന സപ്പോസ് ഒമേഗ ടി ഈസ് ഇക്വൽ ടു 180 ഡിഗ്രി എന്ന് പറഞ്ഞാൽ പകുതി ടേൺ ചെയ്ത് കഴിഞ്ഞു ആർമേച്ചർ കോയിൽ. 180 വന്നു കഴിയുമ്പോൾ നമ്മൾ ഈ ഇക്വേഷൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ സൈൻ 180 0 അല്ലേ. സോ എപ്സിലോൺ ബിക്കംസ് ഈക്വൽ ടു 0 ആൻഡ് ദ കറണ്ട് ഐ ബിക്കംസ് ഈക്വൽ ടു 0. അപ്പോൾ നമ്മൾ കാണുന്ന ഈ മാക്സിമം എത്തിയ ഇ എം എഫും കറണ്ടും ഡിക്രീസ് ചെയ്ത് 180 ഫേസ് ആകുമ്പോൾ ദാറ്റ് ബിക്കംസ് 0. അപ്പോൾ സമയം എത്ര കഴിയും? T/2 കഴിയും. ഒരു എ സി ഉണ്ടാക്കുന്ന സമയത്തിൻ്റെ പകുതി സമയം അവിടെ കഴിയും. അപ്പോൾ 180 ആകുമ്പോൾ കുറഞ്ഞ് 0ലേക്ക് വരും. ഇനി അടുത്ത ഫോർത്ത് കേസ് എടുക്കുന്ന സമയത്ത് ഒമേഗ ടി ഈസ് ഇക്വൽ ടു 270. ഈ വാല്യൂസ് നമ്മൾ ഈ 1ലും 2ലും കൊടുത്തു കഴിഞ്ഞാൽ അറ്റ് ദ ടൈം എപ്സിലോൺ ബിക്കംസ് ഈക്വൽ ടു സൈൻ 270 -1 ആണ്. അതുകൊണ്ട് എപ്സിലോൺ ബിക്കംസ് -ε0 എപ്സിലോൺ നോട്ട് ആൻഡ് ഐ ബിക്കംസ് ഈക്വൽ ടു -I0 എന്ന് കിട്ടും അല്ലേ. ശരിയാണല്ലോ. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്തായിരിക്കും? അതായത് 270 ഡിഗ്രി വന്നു കഴിയുമ്പോൾ ഇ എം എഫ് നെഗറ്റീവ് ഡയറക്ഷനിൽ മാക്സിമം ആകും, കറണ്ടും നെഗറ്റീവ് ഡയറക്ഷനിൽ മാക്സിമം. നെഗറ്റീവ് ഡയറക്ഷൻ പറയുമ്പോൾ ഈ ഗ്രാഫിൻ്റെ ഇവിടം പോസിറ്റീവ് പാർട്ടാണ്, നെഗറ്റീവ് പാർട്ട് താഴോട്ടല്ലേ വരുള്ളൂ. അപ്പോൾ ശ്രദ്ധിച്ചു നോക്കി, ഈ 0 ആയ കറണ്ട് എന്തായിരിക്കും? നെഗറ്റീവ് പാർട്ടിൽ കറണ്ട് മാക്സിമത്തിലേക്ക് വന്നിട്ട് -I0 എത്തും, -I0 കണ്ടോ, -I0. അതുപോലെ ഇ എം എഫ് അതിൻ്റെ നെഗറ്റീവ് പാർട്ടിൽ മാക്സിമത്തെ വരും എപ്സിലോൺ നോട്ട്, ഈ വാല്യൂവിലേക്ക് എത്തുന്നതായിട്ട് കാണാം. അതാണ് നമ്മുടെ 4ാമത്തെ കേസിൽ കാണുന്നത്. 5th കേസ് നമ്മൾ കൺസിഡർ ചെയ്താൽ സപ്പോസ് ഒമേഗ ടി ബിക്കംസ് 360 എന്ന് പറഞ്ഞാൽ നമ്മുടെ ആർമേച്ചർ കോയിൽ ഒരു റൊട്ടേഷൻ കംപ്ലീറ്റ് ചെയ്യാണ്. ഒമേഗ ടി 360 വന്നു കഴിഞ്ഞാൽ സൈൻ 360 0 ആയതുകൊണ്ട് the value of epsilon induced EMF becomes 0 and the current also becomes equal to 0 അല്ലേ. അപ്പോൾ ഈ നെഗറ്റീവ് വാല്യൂവിൽ നിൽക്കുകയായിരുന്നത് ഇവർ കറണ്ട് -I0ലും അതുപോലെ തന്നെ ഇ എം എഫ് -ε0 നിൽക്കുകയല്ലേ. അപ്പോൾ ഇനി അടുത്ത 270 to 360 ഡിഗ്രി റൊട്ടേറ്റ് ചെയ്ത് കഴിയുമ്പോൾ ആ കറണ്ട് ഡിക്രീസ് ചെയ്ത് റിട്ടേൺസ് ടു 0. കണ്ടോ, ഇ എം എഫ് 0 ആകും, കറണ്ടും 0 ആയിട്ട് മാറും. കണ്ടല്ലോ. ആൻഡ് ദിസ് ഈസ് എ വേവ് ഫോം ഓർ ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷൻ ഓഫ് ഓൾട്ടർനേറ്റിംഗ് ഇ എം എഫ് ആൻഡ് ഓൾട്ടർനേറ്റിംഗ് കറണ്ട് ആണ്. ഈ ഗ്രാഫിൻ്റെ പ്രത്യേകത ദാറ്റ് ഈസ് ഈക്വലന്റ് ടു എ വേവ്. ഒരു വേവിൻ്റെ ഗ്രാഫിനെ പോലെ അല്ലേ കാണുക അല്ലേ. വേവിൻ്റെ ഗ്രാഫിനെ നമ്മൾ പറയുന്നത് സൈനുസോഡൽ എന്നാണ് പറയുന്നത്. അതേപോലെ തന്നെ ഇവിടെ ഒരു ജനറേറ്റർ ക്രിയേറ്റ് ചെയ്യപ്പെടുന്ന ഓൾട്ടർനേറ്റീവ് ഇ എം എഫും ഓൾട്ടർനേറ്റീവ് കറണ്ടിൻ്റെയും വേരിയേഷൻസ് എന്താക്കി ഇറ്റ് ഈസ് സൈനുസോഡൽ. അപ്പോൾ നമ്മളിവിടെ ക്ലാസ് സ്റ്റോപ്പ് ചെയ്യണം. നിങ്ങൾക്ക് എൻ്റെ ക്ലാസ് ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഓക്കെ, താങ്ക് യു.